എന്നാ അനുമോളിന് നീ പി ആർ ചെയ്യുന്ന പോലെ എനിക്ക് പി ആർ ചെയ്യേണ്ട കാര്യമില്ല. അഖിലെ, ഒന്നാമത്തെ കാര്യം, ഞാൻ ബിഗ് ബോസ് 100 ദിവസം അല്ലല്ല ഞാൻ പറയുന്നത് കേൾക്ക്, ഞാൻ പറയുന്ന അങ്ങോട്ട് കേൾക്കടാ, ഞാൻ അങ്ങോട്ട് പറയുന്ന അങ്ങോട്ട് കേൾക്കടാ. വാപ്പ നിന്റെ തന്തേനാണ് ഞാൻ വിളിച്ചത്. നീ എന്താ വാപ്പാക്കെല്ലാം പറയുന്നത്? നിന്റെ തന്തക്ക് ഞാൻ വിളിച്ചില്ലല്ലോ. അഖിലെ, നിന്റെ തന്തക്ക് ഞാൻ വിളിച്ചോ? എന്ത് സ്റ്റാൻഡേർഡാണ് നിനക്കുള്ളത്? നീ വലിയ ആധികാരികമായിട്ട് സംസാരിക്കുന്നുണ്ടല്ലോ. ഒരാൾ വിളിച്ചിട്ട് മാന്യമായിട്ട് സംസാരിക്കുമ്പോൾ അയാളെ തന്തക്ക് വിളിക്കലാണോ നിന്റെ മാന്യത? ഇതാണോ നിന്റെ സ്റ്റാൻഡേർഡ്? തോക്കുമ്പോ തന്തക്ക് വിളിക്കലാണോ നിന്റെ സ്റ്റാൻഡേർഡ്? നീ വലിയ ആധികാരികമായിട്ട് സംസാരിക്കുന്ന വലിയ കൊളാണ്ടാണല്ലോ. നീ എന്താ മാന്യമായിട്ട് തിരിച്ച് സംസാരിക്കാൻ? ഹലോ ഗൈസ്, അഖിൽമാരാർ വേഴ്സസ് തൊപ്പി. അങ്ങനെ തൊപ്പി വേഴ്സസ് അഖിൽമാരാർ രണ്ടും കണക്കാം. ഇന്നലെ ഞാൻ ലൈവിലിരിക്കുന്ന സമയത്ത് എൻ്റെ അടുത്ത് ഒരാൾ വന്നിട്ട് പറഞ്ഞു, ചേച്ചി അഖിൽമാരാറും തൊപ്പിയും തമ്മിൽ പൊരിഞ്ഞടി. ഞാൻ തൊപ്പി ലൈവിൽ അഖിൽമാരാറിനെ വിളിച്ചു, അവസാനം അവർ തമ്മിൽ പൊരിഞ്ഞടിയായെന്ന് പറഞ്ഞു. സംഭവം എനിക്ക് മനസ്സിലാവാത്തതുകൊണ്ട് ഞാനത് കഴിഞ്ഞിറങ്ങി പോയി നോക്കിയപ്പോഴാണ് ഈ ഒരു കാര്യം കാണുന്നത്. കാര്യം വേറൊന്നല്ല, അഖിൽമാരാർ തൊപ്പീനെ കുറിച്ചിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. തൊപ്പി അനീഷിനെ സപ്പോർട്ട് ചെയ്ത് വന്ന് ലൈവിൽ സംസാരിച്ചതൊക്കെ പൈസ വാങ്ങിച്ചിട്ടാണ് എന്നുള്ള രീതിയിൽ. കഴിഞ്ഞ വർഷം ജിൻഡോയെ സപ്പോർട്ട് ചെയ്തതും പൈസ വാങ്ങിച്ചിട്ടാണ് എന്ന് അഖിൽമാരാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ ലൈവിൽ അഖിൽമാരാറിനെ ലൈവായിട്ട് വിളിച്ചിട്ട് തൊപ്പി സംസാരിക്കുന്നുണ്ട്. അഖിൽമാരാർ ഭയങ്കരമായിട്ട് സംസാരിക്കുന്ന വ്യക്തിയാണല്ലോ. ഇന്നലെ തൊപ്പി വിളിച്ചിട്ട് തൊപ്പിയുടെ കയ്യിൽ നിന്ന് നന്നായിട്ട് കിട്ടി അങ്ങിരിക്കുന്നുണ്ടായിരുന്നു. നമുക്ക് അതിൽ കുറച്ച് വോയിസ് ഒന്ന് കേൾക്കാം. ടിവി സ്റ്റാർസ് മനസ്സിലായി. ഈ സീരിയലാർ സപ്പോർട്ട് ചെയ്യുന്ന പോലെ ഈ അനുമോളെ എല്ലാ സെലിബ്രിറ്റീസും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അനീഷിനെ സെലിബ്രിറ്റികൾ ആരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇയാൾക്ക് ഭയങ്കര സപ്പോർട്ട് കുറവ്. ഇയാളൊരു സാധാരണക്കാരനായിട്ടാണ് ഇയാൾ നിൽക്കുന്നത്. മനസ്സിലായി. അതുകൊണ്ടാണ് ഞാൻ സപ്പോർട്ട് ചെയ്യാന്ന് വിചാരിച്ചത് ഇറങ്ങിയത്. ഞാൻ എന്താണ് പറയേണ്ടത്? ഇയാള് അത്രയും ജെന്യുവൻ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തോണ്ട് ഈ അനീഷ് എന്ന് പറഞ്ഞ ആളോട് വെറും മനുഷ്യത്വത്തിന്റെ പുറത്താണ് ഞാൻ ഇയാളെ സപ്പോർട്ട് ചെയ്യുന്നത്. മനസ്സിലാവും. അതും അങ്ങനെയാണെങ്കിൽ ഞാൻ പി ആർ ആണ് എനിക്ക് അത്ര ദിവസം മുന്നേ ചെയ്യാം. പി ആർ ഇതാണ് അനീഷിനെ സപ്പോർട്ട് ചെയ്യാൻ തൊപ്പിക്കുള്ള കാരണം. അനുമോൾക്ക് വേണ്ടിയിട്ട് വോട്ട് ചോദിക്കുന്ന രീതി ഒരുപാടാണ്. ഹോസ്പിറ്റലിൽ പോകുന്നു, അതും ഹോസ്പിറ്റലിൽ പോയിട്ട് ഇന്ന പോലെ ഹോട്ട്സ്റ്റാർ ഇല്ല എന്ന് പറയുമ്പോൾ പോലും നമ്പർ മതി സാർ എന്ന് പറഞ്ഞ നമ്പർ മേടിച്ചിട്ട് അവർ 1 ടൈം വോട്ടിംഗ് എന്ന് പറഞ്ഞിട്ടാണ് അനുമോളുടെ ചേച്ചിക്ക് എങ്ങാണ്ട് കൊടുത്തത്. പക്ഷേ ഇവർ ഡെയിലി നേരത്തെ കയറി അനുമോൾക്ക് വേണ്ടി വോട്ട് ചെയ്യുന്നുണ്ട്. അതും ഈ ആളുടെ പെർമിഷൻ ഇല്ലാതെ. ആ രീതിയിൽ വരെ ഇവർ ചെയ്യുന്നുണ്ട്. കോളേജിൽ പോയിട്ട് വോട്ട് ചോദിക്കുന്നുണ്ട്. എല്ലായിടത്തും അനുമോൾക്ക് വേണ്ടി അനുമോളുടെ ഫാമിലി വോട്ട് ചോദിക്കുന്നുണ്ട്. സോ അതുകൊണ്ടായിരിക്കാം തൊപ്പി ചിലപ്പോൾ കയറി സപ്പോർട്ട് ചെയ്തത്. ഇത് ഞാൻ ജിൻഡോന്റെ പി ആർ ചെയ്തെന്ന് പറഞ്ഞത് വോട്ട് ചോദിച്ചത്. കഴിഞ്ഞ ഞാൻ ജിൻഡോന്റെ വോട്ട് ചോദിച്ചതിന് എന്തോ വ്യക്തിപരമായിട്ട് എന്തോ അറിവ് കിട്ടിയെന്ന് പറഞ്ഞു. വ്യക്തിപരമായ എന്തോ അറിവ് കിട്ടിയെന്ന്. ആ അറിവ് എന്താണെന്ന് പറയാൻ പറ്റുമോ? അങ്ങനെയാണോ പറഞ്ഞത്? പൈസ വാങ്ങിയിട്ട് ചെയ്തെന്നല്ലേ മാരാർ നിങ്ങൾ പറഞ്ഞത്? അതിനൊരു എക്സ്പ്ലനേഷൻ വേണം. ആര് പറഞ്ഞു? പി ആർ ടീമിൽ ഒരാളെ പേര് പറയൂ. വിനു എനിക്കറിയാലോ. വിനുവിനെ ഒന്ന് കോളിൽ ആഡ് ചെയ്ത്. വിനു ഒന്ന് ഒരു മിനിറ്റ്. എന്താ വിനു നിങ്ങളോട് പറഞ്ഞോ ഞാൻ പൈസ വാങ്ങിയെന്ന്? ജിൻഡോന്റെ പി ആർ ചെയ്യാൻ വേണ്ടി ഞാൻ പൈസ വാങ്ങിയെന്ന് വിനു പറഞ്ഞോ? ആവശ്യമില്ലാത്ത കാര്യമല്ല നിങ്ങൾ പറഞ്ഞത്. ഞാൻ ബിഗ് ബോസ് കാണാറുണ്ടോ? ഒന്നും നീ നോക്കേണ്ട കാര്യമില്ലല്ലോടാ. ഞാൻ ചോദിച്ചതിന് ഉത്തരം പറയടാ. നീ ഏത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പൈസ വാങ്ങിയെന്ന് പറഞ്ഞത്? വിനു ഈ പറയുന്ന അഖിൽമാരാർ ബിഗ് ബോസ് കാണാറുണ്ടോ? അല്ല, നിങ്ങൾ ഏതൊക്കെയോ ഓൺലൈൻ ഇൻ്റർവ്യൂവിലൊക്കെ പറയുന്നത് കേട്ടു, ഞാൻ ബിഗ് ബോസ് അങ്ങനെ ഫോളോ ചെയ്യുന്ന ആളല്ല, ചക്കയാണ് മാങ്ങയാണെന്നൊക്കെ. ഈ ബിഗ് ബോസിൽ നിങ്ങൾ കയറുന്നതിൻ്റെ മുമ്പേ നിങ്ങൾ പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട്, ബിഗ് ബോസ് വിളിച്ച എൻ്റെ വട്ടി പോകുന്നൊക്കെ. എന്നിട്ട് നിങ്ങൾ ബിഗ് ബോസ് വിളിച്ചപ്പോൾ പോയല്ലോ. ഞാൻ എന്നെ കുറിച്ച് ഇല്ലാത്ത പറഞ്ഞതിന്റെ തെളിവ് ചോദിക്കാം. തൊപ്പിക്ക് ഇവിടെ അങ്ങേരെ ആ പറഞ്ഞതും അത് മനസ്സിലായിട്ടില്ല. അതാണ് അങ്ങേര് പിന്നെ അത് നീ ഇവിടെ പി ആറിനെ കുറിച്ച് പറഞ്ഞത് ചോദിക്കാനാണ് ഞാൻ വിളിച്ചതെന്നുള്ള രീതിയിൽ സംസാരിക്കുന്നത്. തൊപ്പിക്ക് അഖിൽമാർ ആ പറഞ്ഞത് മനസ്സിലായിട്ടില്ല. എങ്ങനെ ഗെയിം മൊമെന്റോ? അതിന്റെ ആവശ്യം എന്നാ അനുമോളിന് നീ പി ആർ ചെയ്യുന്ന പോലെ എനിക്ക് പി ആർ ചെയ്യേണ്ട കാര്യമില്ല. അഖിലെ, ഒന്നാമത്തെ കാര്യം, ഞാൻ ബിഗ് ബോസ് 100 ദിവസം അല്ലല്ല ഞാൻ പറയുന്നത് കേൾക്ക്, ഞാൻ പറയുന്ന അങ്ങോട്ട് കേൾക്കടാ. ഞാൻ അങ്ങോട്ട് പറയുന്ന അങ്ങോട്ട് കേൾക്കടാ. വാപ്പ നിന്റെ തന്തേനാണ് ഞാൻ വിളിച്ചത്. നീ എന്താ വാപ്പാക്കെല്ലാം പറയുന്നത്? നിന്റെ തന്തക്ക് ഞാൻ വിളിച്ചില്ലല്ലോ. അഖിലെ, നിന്റെ തന്തക്ക് ഞാൻ വിളിച്ചോ? എന്ത് സ്റ്റാൻഡേർഡാണ് നിനക്കുള്ളത്? നീ വലിയ ആധികാരികമായിട്ട് സംസാരിക്കുന്നുണ്ടല്ലോ. ഒരാൾ വിളിച്ചിട്ട് മാന്യമായിട്ട് സംസാരിക്കുമ്പോൾ അയാളെ തന്തക്ക് വിളിക്കലാണോ നിന്റെ മാന്യത? ഇതാണോ നിന്റെ സ്റ്റാൻഡേർഡ്? തോക്കുമ്പോ തന്തക്ക് വിളിക്കലാണോ നിന്റെ സ്റ്റാൻഡേർഡ്? നീ വലിയ ആധികാരികമായിട്ട് സംസാരിക്കുന്ന വലിയ കൊളാണ്ടാണല്ലോ. നീ എന്താ മാന്യമായിട്ട് തിരിച്ച് സംസാരിക്കും? അഖിൽമാരാർക്ക് ഇങ്ങനെ ഒരു സ്വഭാവമുണ്ട്. ഒന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ഒരു തന്തയ്ക്ക് വിളിക്കുന്ന ഒരു സ്വഭാവം. അത് അത്ര നല്ല സ്വഭാവമൊന്നും അല്ല. കാരണം
നല്ല നട്ടലുള്ള ഒരുത്തൻ്റെ കയ്യിൽ നിന്ന് ചെവിക്കൊറ്റി നോക്കി ഒരെണ്ണം കിട്ടിക്കഴിഞ്ഞാൽ തീരാവുന്ന കുഴപ്പമേ ഉള്ളത്. കേട്ടോ അഖിൽമാരാറെ? നീ പണ്ട് വലിയ ഭയങ്കര സ്റ്റാൻഡേർഡ് പറയുന്ന ആളാണല്ലോ, നീ ഭയങ്കര ആധികാരികമായിട്ട് സംസാരിക്കുന്ന ആളാണല്ലോ. നിന്റെ സ്റ്റാൻഡേർഡ് ഇപ്പൊ എവിടെ പോയടാ? ഞാൻ പൈസ വാങ്ങിയതിന്റെ തെളിവ്, ലോജിക്കൽ ആയിട്ടുള്ള തെളിവ് ഞാൻ ചോദിക്കുമ്പോ തന്തൊക്കെ വിളിക്കുന്നതാണ് നിന്റെ സ്റ്റാൻഡേർഡ്. എടാ പോടാന്ന് വിളിക്കാൻ പറ്റാണ്ട് നീ ആരാ? ജഡ്ജിയോ? എടാ പാടാ നിന്നെ വിളിക്കാൻ പാടില്ലേ? എന്താ എടാ പോടാ? നിന്നെ എടാന്ന് വിളിക്കൂടാ, നിന്നെ എടാന്ന് വിളിക്കും. കള്ളന്മാരെ എടാന്ന് വിളിക്കും, കള്ളത്തരം പറയുന്നത് വിളിക്കും. അതിനെന്താ നിനക്ക് റെസ്പെക്ട് ചെയ്യണത്? പീനൽ കോഡിൽ, ഇന്ത്യൻ പീനൽ കോഡിലുണ്ട് നിന്റെ റെസ്പെക്ട് ചെയ്യണത്. എന്താ ആ കാര്യം തന്നെയല്ലേ സംസാരിച്ചത്? എന്താ കേട്ടില്ല ഒന്നുകൂടി. അഖിൽമാരാറിന് എടാ പോടാന്ന് വിളിച്ചത് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇങ്ങനെ ചില ആൾക്കാരുണ്ട്, എടാ പോടാന്ന് വിളിക്കാൻ പാടില്ല, സർ മേഡം എന്നൊക്കെ വിളിക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ബഹുമാനിക്കണം. എന്താ ആടേ? കയ്യിലിരിപ്പ് നന്നായാൽ നമ്മളൊക്കെ ബഹുമാനിക്കും, കയ്യിലിരിപ്പ് നന്നല്ലെങ്കിൽ ഇതുപോലൊക്കെ ഇരിക്കും. അതാദ്യം മനസ്സിലാക്കണം. ഓക്കെ? അപ്പൊ നീ എന്തൊക്കെ കാണിച്ചു? നീ എന്തൊക്കെ കാണിച്ചിട്ടാ? ബിഗ് ബോസിൽ നാണമില്ലടാ. എനിക്കൊന്നുമില്ലെങ്കിൽ ഡിഗ്നിറ്റി ഉണ്ടടാ. ഞാൻ എന്തിനെങ്കിലും എതിരെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എതിരെ നിൽക്കും, സ്റ്റാൻഡിൽ നിൽക്കും. നിന്നെ പോലെ ബിഗ് ബോസിനെതിരെ പറഞ്ഞിട്ട് ബിഗ് ബോസിൽ പോയിട്ട് ഊമ്പിയിട്ടില്ല. മനസ്സിലായടാ. നീ എന്റെ പാസ് എടുത്തത് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ബിഗ് ബോസിലെ കുറ്റം പറഞ്ഞിട്ട് ബിഗ് ബോസിൽ കയറിപ്പോയ അഖിൽമാരാറ്. ഉളുപ്പ് വേണം അഖിൽമാരാറെ, ഉളുപ്പ് വേണം. അത്രയ്ക്കായിരുന്നു. അയ്യോ ഇതുപോലൊരു വൃത്തികെട്ട ഷോ വേറെ കാണത്തില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ബിഗ് ബോസ് വിളിച്ചപ്പോൾ ഒരു നാണവുമായല്ലാണ്ട് കയറി പോയേക്കുന്നു ഉളപ്പില്ലാത്ത അഖിൽമാരാറ്. അത് ഇഷ്ടം കൊണ്ടല്ല. എന്റെ കൂടെ അച്ചായൻ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. അയാളുടെ വളരെ ആത്മാർത്ഥ സുഹൃത്താണ് ഈ ജിൻഡോ എന്ന് പറഞ്ഞ ആള്. അപ്പൊ അച്ചായനായിട്ടുള്ള ബന്ധത്തിന്റെ പേരിലാണ് ഞാൻ വോട്ട് ചോദിച്ചത്. മനസ്സിലായോ? അത് ഞാൻ കഴിഞ്ഞ പോലെ ഞാനത് ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. ഇതൊന്നും ഞാൻ വിളിച്ചു വന്ന് ചെയ്യുന്ന കാര്യം. ഇതെല്ലാം ഞാൻ എന്റെ എല്ലാ കാര്യങ്ങളും ട്രാൻസ്പെറന്റ്, എല്ലാ ലൈവിൽ അത്രയും വെട്ടി തുറന്ന് ട്രാൻസ്പെറന്റ് ആയിട്ടാണ് ജീവിക്കുന്നത്. ഞാൻ നിന്നെ പോലെ സ്ക്രിപ്റ്റ് ഉണ്ടാക്കി, നാളത്തേക്കുള്ള വീഡിയോ ഇന്ന് സ്ക്രിപ്റ്റ് ഉണ്ടാക്കി കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് പിറ്റേ ദിവസം എന്ന് പറയുന്നതല്ല. ഇത് എവിടെ നിന്ന് എവിടെ എത്തിയെന്ന് നോക്കണം. എവിടേക്കോ പോകുന്നുണ്ട്. കഴിഞ്ഞ വർഷത്തെ ജിൻഡോന്റെ വിജയം അത് ഡിസേർവിങ് അല്ലാത്ത ഒരു വ്യക്തിയായിപ്പോയി ജിൻഡോ. എന്നാ നീ ഒരു തെളിവ് കാണിക്കണം. നീ പറഞ്ഞ 3-4 ആരോപണങ്ങൾ നീ ഇപ്പൊ പറഞ്ഞു. ഏത് വിഷയം സംസാരിക്കണ്ടേ? ഞാൻ ശ്രമിക്കാം. ഞാൻ നിന്റെ അത്ര വാക്ചാരിത്വം എനിക്കില്ലെങ്കിലും ഞാൻ ശ്രമിക്കാം. ഏതെങ്കിലും ഒരു വിഷയം നീ പറ. റഷ്യൻ വിപ്ലവം? അഖിലേട്ടാ റഷ്യൻ വിപ്ലവത്തിനെ കുറിച്ച് എനിക്കൊന്നും അറിയില്ല. ശരിയാ. ഇവിടെ വോട്ടിങ്ങിന്റെ കാര്യം വിളിക്കാൻ ചോദിച്ചിട്ട് റഷ്യൻ വിപ്ലവത്തിന്റെ കാര്യം സംസാരിക്കാൻ പറയുന്നത് എൻ്റെ പൊന്നഖിൽമാരാറ് എന്തോ ആടേ? തെളിവുകളും കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ അങ്ങേർക്ക് റഷ്യൻ വിപ്ലവത്തെക്കുറിച്ച് പറയണം. ഉത്തരം മുട്ടുമ്പം കൊഞ്ഞണം കൊത്തുക എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഇപ്പം കേട്ടു, ശരിക്കും കണ്ടു. അതാണ് സത്യം. ഞാൻ അങ്ങനെ ഒരു ഡീൽ ഉണ്ടാക്കിയില്ല. അങ്ങനെ ഒരു ഡീൽ ഞാൻ ഉണ്ടാക്കിയില്ല. എങ്ങനെ പറഞ്ഞു? അത് എന്റെ കമ്പനിയും ഞാനും ജിൻഡോയും തമ്മിലുള്ള കാര്യമാണ്. അത് നീ പറയേണ്ട കാര്യമില്ല. ഇതൊന്നും എനിക്കറിയില്ല. ഇത് എന്റെ കമ്പനിയും അവരും തമ്മിലുള്ള ഡീലാണ്. ഇതിൽ ഞാനില്ല. എന്നോട് പറഞ്ഞു. ഞാൻ കേൾക്കട്ടെ. മൂവ് ചെയ്തിടാ. നീ മൂവ് ചെയ്തിട്ട് നാളെ തന്നെ അല്ല അത്രയ്ക്ക് ഇതുണ്ടെങ്കിൽ നാളെ രാവിലെ പോയിട്ട് നീ എനിക്കതൊരു കേസ് കൊടുക്കുക. ഞാൻ സാമ്പത്തിക തട്ടിപ്പ് കാണിച്ചു നട്ട്. യാഥാർത്ഥ്യം എല്ലാം നീയാണ് തീരുമാനിക്കുന്നത്. എന്നോട് എന്റെ കമ്പനി പറഞ്ഞു ഈ ജിൻഡോക്ക് ഇത്ര പൈസ കൊടുത്തു, ജിൻഡോന്റെ ലൈവിൽ കൊണ്ടുവരുന്നു. ഇത്രേ എനിക്കറിയൂ. ഇതിപ്പോൾ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങുന്ന ആൾക്കാരുടെ അവരുടെ ഇൻ്റർവ്യൂ എടുക്കാൻ വേണ്ടിയിട്ട് ക്യാഷ് കൊടുക്കുന്നുണ്ട്. അത് ഇവിടെ ചെയ്തതിന് ഇപ്പോൾ എന്തുവാ ഇത്ര വലിയ തെറ്റ്? കാരണം ആ ആൾക്കാർ നമ്മുടെ ഇതിൽ വന്ന് ഇൻ്റർവ്യൂ എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പൈസ കൊടുക്കും. ഈ അഖിൽമാരാർ എത്ര പൈസ എടുത്ത് വാങ്ങിച്ചിട്ടുണ്ട് ഇൻ്റർവ്യൂസ് എടുക്കുമ്പോൾ? അതൊന്നും കുഴപ്പമില്ല അഖിൽമാരാറെ. കഷ്ടം അഖിൽമാരാറെ. എന്നിട്ട് ആ പൈസക്ക് കൊടുത്തതിന് ഞാൻ കേസ് കൊടുക്കുന്നൊക്കെ പറഞ്ഞു. എടാ തനിക്ക് ഉളുപ്പുണ്ടോ? അല്ല വീണ്ടും അതന്നെ ചോദിക്കാൻ വരുമ്പോഴുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ചതാ. ഉത്തരം മുട്ടുമ്പം കൊഞ്ഞണം കുത്തുക, അതല്ലെങ്കിൽ വിഷയം മാറ്റി റഷ്യൻ വിപ്ലവത്തിലോട്ട് കൊണ്ടുപോകുക, അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ പറയടോ. ഈ തൊപ്പി എന്താണോ വിളിച്ച് സംസാരിക്കുന്നത് ആ കാര്യത്തെക്കുറിച്ച് താൻ സംസാരിക്കുക. അല്ലാണ്ട് എവിടെയോ കിടക്കുന്ന റഷ്യൻ വിപ്ലവത്തിനെ കുറിച്ചും വേറെ വല്ലതിനെക്കുറിച്ചും എപ്പോഴോ കൊടുത്ത 8 ലക്ഷത്തിനെ കുറിച്ചൊക്കെ സംസാരിക്കാൻ തനിക്ക് എന്തോ ആടെ ഈ പ്രശ്നം? ശരി എന്നാ. ഇവിടെ ഭയങ്കര സൗണ്ടാണ്. ഇവിടെ പണിയെടുക്കുന്നുണ്ട് ഇവരെ കൊണ്ട്. ശരി എന്നാ.